നിന്നും ഇന്ന് 2024 ഓഗസ്റ്റ് 27 ചൊവ്വ. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 56 വാർത്തകളിലേക്ക്. സുഡാനിൽ കനത്ത മഴയെ തുടർന്ന് അണക്കെട്ട് തകർന്ന് ഒട്ടേറെ പേർ മരിച്ചതായി റിപ്പോർട്ട്. നിരവധി പേരെ കാണാതായി. 60ഓളം പേർ മരിച്ചെന്നാണ് പ്രാഥമിക കണക്കുകളെന്ന് അന്തർദേശീയ മാധ്യമമായ BBC റിപ്പോർട്ട് ചെയ്തു. മരണനിരക്ക് ഉയർന്നേക്കുമെന്നാണ് സൂചന. ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് BJP. 90 അംഗ നിയമസഭയിലേക്കുള്ള ആദ്യഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് 15 സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് പ്രസിദ്ധീകരിച്ചത്. ആദ്യ 45 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഉടൻ തന്നെ പിൻവലിക്കുകയായിരുന്നു. സ്ഥാനാർത്ഥി പട്ടികയിൽ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയർന്ന അതൃപ്തിയുടെ പശ്ചാത്തലത്തിലാണ് പട്ടിക പിൻവലിച്ചതെന്ന് സൂചനയുണ്ട്. ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യം മത്സരിക്കുന്ന സീറ്റുകളിൽ ധാരണയായി. നാഷണൽ കോൺഫറൻസ് 51 സീറ്റിലും കോൺഗ്രസ് 32 സീറ്റിലും മത്സരിക്കും. CPM-നും പാന്തേഷ് പാർട്ടിക്കും ഓരോ സീറ്റുകൾ വീതം നീക്കിവെച്ചു. 5 സീറ്റുകളിൽ ഇരു പാർട്ടികളും തമ്മിൽ സൗഹൃദ മത്സരമായിരിക്കുമെന്നും കോൺഗ്രസ് PCC അധ്യക്ഷൻ താരക് ഹമീദ്കർ അറിയിച്ചു. ജാർഖണ്ഡ് മുഖ്യമന്ത്രിയും JMM നേതാവുമായ ചമ്പായി സോറൻ BJP-യിലേക്ക്. സോറൻ ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തി. ഇതിനു പിന്നാലെ ചമ്പായി സോറൻ വെള്ളിയാഴ്ച BJP-യിൽ ചേരുമെന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ X-ലൂടെ അറിയിക്കുകയും ഹിമന്തയടക്കം പങ്കെടുത്ത കൂടിക്കാഴ്ചയുടെ ചിത്രം പങ്കുവയ്ക്കുകയും ചെയ്തു. മുംബൈയിലെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിലെ വിദ്യാർത്ഥിയെ അപ്പാർട്ട്മെന്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. റാഗിംഗ് സംശയിക്കുന്നുണ്ട്. ലക്നോ സ്വദേശിയായ അനുരാഗ് ജയ്സോളിനെയാണ് ശനിയാഴ്ച രാവിലെ നഗരത്തിലെ വാടക അപ്പാർട്ട്മെന്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ അസ്വാഭാവിക മരണം രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. ആർജിക്കർ ആശുപത്രിയിൽ വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ മുഖ്യപ്രതി സഞ്ജയ് റായ് കുറ്റം സമ്മതിച്ചതായി റിപ്പോർട്ടുകൾ. അതേസമയം സംഭവ ദിവസം പ്രതിയും സുഹൃത്തും ലൈംഗിക തൊഴിലാളികളെ തേടി പോയതായും റോഡിൽ വെച്ച് ഒരു സ്ത്രീയെ പീഡിപ്പിച്ചതായും കുറ്റസമ്മതം നടത്തിയതായി റിപ്പോർട്ടുകളുണ്ട്. പ്രതി സഞ്ജയ് റായ് മാനസിക വൈകൃതം ബാധിച്ചയാളാണെന്നും മൃഗതുല്യമായ സ്വഭാവമാണ് ഇയാൾക്കുള്ളതെന്നും പ്രതിയുടെ മാനസികാവസ്ഥ പഠനത്തിൽ വ്യക്തമായതായി CBI അന്വേഷണ ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയിരുന്നു. പത്തനംതിട്ട റാന്നിയിൽ പച്ചക്കറി വ്യാപാരിയെ റോഡിലിട്ട് വെട്ടിക്കൊന്നു. റാന്നി അങ്ങാടിയിലെ വ്യാപാരി ചേത്തയ്ക്കൽ സ്വദേശി അനിൽകുമാറാണ് മരിച്ചത്. ഇദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും വെട്ടേറ്റു. അക്രമി കരിങ്കുറ്റി സ്വദേശി പ്രദീപിനെ പോലീസ് സംഭവ സ്ഥലത്ത് നിന്ന് പിടികൂടി. ഇന്നലെ രാത്രി 10:30-ഓടെ റാന്നിപ്പേട്ട ചെട്ടിമുക്ക് റോഡിൽ SBIക്ക് സംഭവം. ആറന്മുളയിൽ പള്ളിയോടത്തിൽ നിന്ന് പമ്പയാറ്റിൽ വീണയാൾ മുങ്ങി മരിച്ചു. കുറിയന്നൂർ മാർത്തോമ ഹൈസ്കൂൾ അധ്യാപകൻ ജോസഫ് തോമസ് ആണ് മരിച്ചത്. ഇന്നലെ രാവിലെയായിരുന്നു സംഭവം. ദേഹാസ്വാസ്ഥ്യം ഉണ്ടായതിനെ തുടർന്ന് ഇദ്ദേഹം പമ്പയാറ്റിലേക്ക് വീണുവെന്നാണ് ദൃക്സാക്ഷികൾ നൽകിയ വിവരം. കേരളത്തിൽ അടുത്ത 5 ദിവസം വ്യാപകമായ മിതമായ മഴയ്ക്ക് സാധ്യത. മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ആലപ്പുഴയിൽ പാർട്ടി പുറത്താക്കിയ ആൾക്കൊപ്പം വേദി പങ്കിട്ട് മന്ത്രി സജി ചെറിയാൻ. നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കടത്തിയ കേസുമായി ബന്ധപ്പെട്ട് CPM പുറത്താക്കിയ A ഷാനവാസിനൊപ്പം ആണ് മന്ത്രി വേദി പങ്കിട്ടത്. ശനിയാഴ്ച ആലപ്പുഴ കാളാത്ത് നടന്ന CPM-ന്റെ സ്നേഹവീട് എന്ന പരിപാടിയുടെ താക്കോൽദാന ചടങ്ങിലായിരുന്നു മന്ത്രിക്കൊപ്പം ഷാനവാസ് എത്തിയത്. കർണാടകയിലെ ദേശീയപാതയിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായി വീണ്ടും തെരച്ചിൽ. ലോറി ഉണ്ടെന്ന് കരുതുന്ന സ്ഥാനം മാറിയോ എന്ന് കണ്ടെത്താനായി ഗംഗാവാലി പുഴയിൽ മാർക്ക് ചെയ്ത സ്ഥലത്ത് നേവി വീണ്ടും സോണാർ പരിശോധന നടത്തി. പുഴയിലെ അടിയൊഴുക്കും നേവി പരിശോധിച്ചു. ലോറി ഉണ്ടെന്ന് കരുതപ്പെടുന്ന ഗംഗാവാലി പുഴയിലെ നിലവിലെ അടിയൊഴുക്ക് 4 knots ആണ്. സാമൂഹിക മാധ്യമങ്ങൾ വഴി വ്യാജ പ്രചാരണം നടത്തിയെന്നാരോപിച്ച് ABC മലയാളം ന്യൂസ് എന്ന YouTube ചാനലിനെതിരെ KSEB നിയമ നടപടികൾ ആരംഭിച്ചു. വ്യാജ വാർത്ത പ്രചരിപ്പിച്ച അതേ മാധ്യമങ്ങളിലൂടെ മാപ്പ് പറയുകയും യഥാർത്ഥ വസ്തുതകൾ അറിയിക്കുകയും ചെയ്യാത്ത പക്ഷം 1 കോടി രൂപ നഷ്ടപരിഹാരം നൽകണം എന്ന് കാണിച്ചാണ് ചാനൽ നടത്തിപ്പുകാർക്ക് വക്കീൽ നോട്ടീസ് അയച്ചത്. കൊച്ചി അമ്മ ഓഫീസിന് മുന്നിൽ റീത്ത് വെച്ച് പ്രതിഷേധം. ലോ കോളേജിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികളാണ് റീത്ത് വെച്ചത്. അച്ഛൻ ഇല്ലാത്ത അമ്മയ്ക്ക് എന്ന വാചകത്തോടെയാണ് റീത്ത് വെച്ചത്.
മാധ്യമപ്രവർത്തകയോട് മാന്യത വിട്ട് മോശമായി സംസാരിച്ച നടൻ ധർമ്മജൻ ബോൾഗാട്ടിയെ തള്ളി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. മാധ്യമപ്രവർത്തകയെ വ്യക്തിപരമായി അവഹേളിച്ച ധർമ്മജന്റെ നിലപാട് തെറ്റാണെന്നും തെറ്റ് ചെയ്താൽ CPM-നെ പോലെ ന്യായീകരിക്കില്ലെന്നും തെറ്റ് ചെയ്യുന്നവരെ ന്യായീകരിക്കില്ലെന്നത് നിലപാടാണെന്നും സതീശൻ പറഞ്ഞു. ചാനലിൽ സംസാരിക്കുന്നതിനിടെ ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകയോട് മോശമായി സംസാരിച്ച നടൻ ധർമ്മജൻ ബോൾഗാട്ടിയുടെ നടപടിയെ ശക്തമായി അപലപിച്ച് KUWJ ന്യൂസ് 18 കേരളം ചാനലിലെ മാധ്യമപ്രവർത്തക അപർണ കുറുപ്പിനോടാണ് ലൈവ് ടെലിഫോൺ പ്രതികരണത്തിൽ ധർമ്മജൻ മോശമായി പ്രതികരിച്ചത്. ധർമ്മജൻ തെറ്റ് അംഗീകരിച്ച് പരസ്യമായി മാപ്പ് പറയണമെന്ന് കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും ആവശ്യപ്പെട്ടു. സംവിധായകൻ VK പ്രകാശിനെതിരെ ലൈംഗിക അതിക്രമ ആരോപണവുമായി യുവ കഥാകാരി. 2022 ഏപ്രിലിൽ കൊല്ലത്തെ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി അതിക്രമം കാണിച്ചെന്നാണ് യുവ കഥാകാരിയുടെ ആരോപണം. യുവനടനെതിരെയുള്ള ആരോപണത്തിൽ കേസുമായി മുന്നോട്ടു പോകാൻ താൽപര്യമില്ലെന്ന് നടി സോണിയ മൽഹാർ. ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ സോണിയ മൽഹാറിനെ SP പൂങ്കഴലി വിളിച്ചു സംസാരിച്ചിരുന്നു. 2013 അന്നത്തെ സൂപ്പർ സ്റ്റാർ തന്നെ കടന്നു പിടിച്ചെന്നായിരുന്നു നടി സോണിയ മൽഹാറിന്റെ ആരോപണം. ചലച്ചിത്ര പ്രവർത്തക ഭാഗ്യലക്ഷ്മിക്ക് ഭീഷണി സന്ദേശം. WCCക്ക് ഒപ്പം നിന്നാൽ അടിക്കുമെന്നാണ് ഭീഷണി കോൾ വന്നതെന്ന് ഭാഗ്യലക്ഷ്മി വ്യക്തമാക്കി. വളരെ സൗമ്യമായി വിളിച്ച് ഭാഗ്യലക്ഷ്മിയാണോ എന്ന് ചോദിച്ചതിന് ശേഷം ഭീഷണിപ്പെടുത്തുകയായിരുന്നു. ഇത് പ്രതീക്ഷിച്ചിരുന്നെന്നും എന്നാൽ ഇത് ആദ്യത്തെ അനുഭവമാണിതെന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞു. നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനമെന്നും ഇവർ വ്യക്തമാക്കി. നടനും MLA-യുമായ മുകേഷിനെതിരായ ആരോപണം പരിശോധിക്കേണ്ടതാണെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R. ബിന്ദു. ആര് കുറ്റം ചെയ്താൽ ശിക്ഷിക്കപ്പെടണമെന്നത് ആർക്കെതിരെ ആരോപണം വന്നാലും പരിശോധിക്കപ്പെടേണ്ടതാണെന്നും വസ്തുനിഷ്ഠമായ അന്വേഷണം നടക്കട്ടെയെന്നും മന്ത്രി ബിന്ദു വ്യക്തമാക്കി. ഹേമ കമ്മിറ്റിയിൽ നടപടിയെടുക്കേണ്ടത് സർക്കാരാണെന്നും സംവിധായകനും നടനുമായ മേജർ രവി. സിനിമാ നയം ഉണ്ടാക്കണമെന്നും ഇതിനായി സർക്കാർ ഇടപെടണമെന്നും മേജർ രവി പറഞ്ഞു. ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കരുതെന്നും മൊഴി നൽകിയവരോട് സർക്കാർ നീതി കാണിക്കണമെന്നും മേജർ രവി പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട പരാതികൾ കേൾക്കാൻ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചത് സ്വാഗതാർഹമെന്ന് നടി രേവതി. എന്നാൽ പരാതികളിൽ അന്വേഷണവും വിചാരണയും അനന്തമായി നീളരുത്. റിപ്പോർട്ട് പുറത്തു വരാതിരിക്കാൻ ചില ശക്തികൾ പ്രവർത്തിച്ചിട്ടുണ്ടെന്നും എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത് പോലെ പവർ ഗ്രൂപ്പ് ഉള്ളതായി വ്യക്തപരമായി അനുഭവപ്പെട്ടിട്ടില്ലെന്നും രേവതി പറഞ്ഞു. റിപ്പോർട്ട് പരസ്യമാക്കാൻ സർക്കാർ വൈകിയെന്നും അതുകൊണ്ട് തന്നെ നീതി വൈകിയെന്നും നേരത്തെ പരസ്യമായിരുന്നെങ്കിൽ പലരെയും രക്ഷിക്കാമായിരുന്നെന്നും രേവതി കൂട്ടിച്ചേർത്തു. അമ്മയ്ക്ക് വീഴ്ച സംഭവിച്ചെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉയർന്ന ആരോപണങ്ങൾ അന്വേഷിക്കണമെന്നും നടൻ പൃഥ്വിരാജ്. പവർ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അത് ഇല്ലാതാകണം. ഒരു പദവിയിൽ ഇരിക്കുന്നവർ ആരോപണം നേരിടുമ്പോൾ പദവി ഒഴിയുക തന്നെ വേണം. അമ്മ ശക്തമായ നിലപാട് എടുക്കണം. എല്ലാവരും ഒത്തുചേർന്നുള്ള സംഘടന സംവിധാനം ആണ് വേണ്ടതെന്നും അതുടനെ വരും എന്നും പ്രതീക്ഷിക്കുന്നുവെന്നും പൃഥ്വിരാജ് പറഞ്ഞു. എല്ലാ സംഘടനയുടെയും തലപ്പത്ത് സ്ത്രീകൾ വേണമെന്നാണ് തന്റെ നിലപാടെന്നും കോൺക്ലേവിൽ പ്രശ്ന പരിഹാരമുണ്ടാകട്ടെ എന്നും പൃഥ്വിരാജ് പറഞ്ഞു. ഒരു വാർത്ത കൂടി.